പശുവിന്റെ പേരിൽ പശുവിനെ ഒരാള് ഇതേപോലെ അറുത്താൽ അവനെ പോയി തല്ലി കൊന്നിരിക്കണമെന്ന് ഏത് ഹിന്ദു കിതാബിലാ പറയുന്നത്? നമ്മളതിന്റെ പ്രാക്ടിക്കാലിറ്റി അല്ല നോക്കണ്ടേ? അല്ല, മുഹമ്മദ് നബിയെ നിങ്ങൾ വിമർശിച്ചാൽ അവന്റെ തല വെട്ടണം, കൈയും കാലും വിപരീത ദിശയിൽ നിന്ന് വെട്ടണമെന്ന് ഖുറാനിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതെടുത്ത് പറയുന്നത്. നിങ്ങൾ പറയൂ, പശുവിനെ കൊന്നാൽ അവനെ പോയി കൊല്ലണം എന്ന് ഏത് ഹിന്ദു കിതാബിൽ എഴുതി വെച്ചിരിക്കുന്നത്? എഴുതിയിട്ടില്ല. ഇതാണ് ആ കിതാബ്. അഥർവവേദം എന്നാണ് ഈ കിതാബിന്റെ പേര്. ഡോക്ടർ വെങ്ങാനൂർ ബാലകൃഷ്ണനാണ് സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് ഇത് മൊഴിമാറ്റം നടത്തിയത്. ക്രിസ്തുവിന്റെ 1000 വർഷം മുമ്പ് രചിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന കിതാബാണ് അഥർവവേദം. ഇതിലെ 1-ാം കാണ്ഡത്തിലെ അനുവാകം 3-ലെ 16-ാം സൂക്തം നമുക്ക് ആദ്യം പരിശോധിക്കാം. അഥർവവേദം കാണ്ഡം 1 അനുവാകം 3 സൂക്തം 16. ഞങ്ങളുടെ കുതിരകളെയും പശുക്കളെയും ഭൃത്യന്മാരെയും വീരന്മാരെയും കൊല്ലാനാണ് ഒരുങ്ങുന്നതെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഈ ഈയത്താൽ നശിപ്പിക്കും. ഞങ്ങളുടെ ഭാവി നിങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതിന് ഈ ഈയം തുണയാകും. ലോകത്ത് എവിടെയെങ്കിലും ഒരു സ്ഫോടനമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മദ്രസയിൽ ഒരു പീഡനമോ നടന്നാൽ ഒരു നിമിഷം പോലും ആലോചിക്കാതെ അത് മുഴുവനും ഇസ്ലാമിന്റെ പേരിൽ ചാർത്തിക്കൊടുക്കുന്ന ഈ കൂട്ടരാണ് ചോദിക്കുന്നത്, ഉത്തരേന്ത്യയിൽ പശുവിന്റെ പേരിൽ നടക്കുന്ന കൊലകൾ ഹിന്ദുമത കിതാബുകളിൽ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കൂ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, മുഹമ്മദ് നബിയെ വിമർശിച്ചാൽ വിമർശിച്ചവരുടെ കൈകാലുകൾ വിപരീത ദിശയിൽ കൂടി വെട്ടിക്കൊല്ലണം എന്ന് ഖുർആനിൽ പറയുന്നുണ്ട് എന്ന്. ഖുർആനിൽ എവിടെയാണ് അത് പറയുന്നത്? എനിക്ക് കേട്ടോ, കാണ്ഡം 8 ഈ അഥർവവേദം എന്ന ഈ കിതാബിലെ കാണ്ഡം 8 അനുവാകം 2 സൂക്തം 3 എന്താണ് പറഞ്ഞത് എന്ന് പരിശോധിക്കാം. അഥർവവേദം കാണ്ഡം 8 അനുവാകം 2 സൂക്തം 3. ഏതൊരു രാക്ഷസനാണോ മനുഷ്യന്റെയും കുതിരയുടെയും മാംസം ഭക്ഷിക്കുന്നത്, ഗോക്കളിൽ നിന്നും പാൽ തട്ടിയെടുക്കുന്നത്, അവരുടെ ശിരസ്സുകൾ നിന്റെ ജ്വാലകളാൽ നശിപ്പിച്ചു കളയും. തൊട്ടുതാഴെ ഗോഘൃതത്താൽ ഏതൊരു രാക്ഷസനാണോ തൃപ്തി തേടാൻ ആഗ്രഹിക്കുന്നത് അവന്റെ മർമ്മം വെട്ടിക്കീറുക. ഇതാണ് നമ്മുടെ അഥർവവേദം എന്ന കിതാബിൽ പറയുന്നത്. ഞങ്ങൾ വിശ്വാസികൾ ഒരു മതഗ്രന്ഥത്തെയും അനാദരിക്കുകയില്ല, ആക്ഷേപിക്കുകയില്ല, നിന്ദിക്കുകയില്ല. മറ്റു മതസ്ഥർ ആദരിക്കുന്ന അവരുടെ പുണ്യപുരുഷന്മാരെ ഞങ്ങൾ തെറി പറയുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുകയില്ല. എന്നാൽ ഇതുപോലെ വൈജ്ഞാനിക സംവാദത്തിൽ ഏർപ്പെടും. ഇതുപോലെ ഗ്രന്ഥങ്ങളിലുള്ളത് ഉദ്ധരിച്ചുകൊണ്ട് വളരെ മാന്യമായ വിധത്തിൽ. നിങ്ങൾ എന്താണ് യുക്തിവാദികൾ ചെയ്യുന്നത്? ദിവസങ്ങളോളം പ്രവാചകനായ മുഹമ്മദ് നബിയെ തെറി പറയുകയാണ്, വിമർശിക്കുകയല്ല. നിങ്ങൾ തെറി പറയുകയാണ്, ആക്ഷേപിക്കുകയാണ്. അതെന്താണെന്ന് പറയാൻ പോലും എനിക്ക് കഴിയില്ല. ഞങ്ങളുടെ മാതാപിതാക്കളെക്കാളും ഞങ്ങളുടെ സ്വന്തം ശരീരത്തെക്കാളും അങ്ങേ അറ്റം ആദരിക്കുന്ന പ്രവാചകനെ നിങ്ങൾ ദിവസങ്ങളോളമായി തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങളുടെ തലപോയോ? നിങ്ങൾ എന്താണ് പറഞ്ഞത്? ഖുർആനിൽ ഉണ്ട് എന്ന്. പ്രവാചകനായ മുഹമ്മദ് നബിയെ വിമർശിച്ചാൽ തലവെട്ടണം എന്ന്. നിങ്ങൾക്കത് കാണിക്കാൻ സാധ്യമാണോ മിസ്റ്റർ ഹാരിഫ് ഹുസൈൻ?